കപ്പൽ നിർമ്മാണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ടാറ്റയുടെ പ്രതിനിധി വന്നിരുന്നുവെന്ന് ഫോട്ടോ അടക്കമുള്ള തെളിവുകളോടെ പുറത്തുവിട്ട് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി. ഇടതുപക്ഷത്തിന്റെ കാലത്ത് തീരുമാനിച്ച പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ അവർ തയ്യാറാണെന്ന് അറിയിച്ചുവെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. 300 കോടിയുടേതാണ് പദ്ധതി. 10,000 കോടി എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി. മുഖ്യമന്ത്രി ടാറ്റ വന്ന് കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല, അങ്ങനെ ടാറ്റൻ്റെ പേരിൽ കളവ് പറഞ്ഞൊന്നുമല്ല. കാരണം ടാറ്റൻ്റെ പ്രതിനിധി വന്ന് ചർച്ച നടത്തിയിട്ടുണ്ട്. അത് ഫോർവേഡാണ്. അതും പിന്നെ മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റും അത് മുഖ്യമന്ത്രി മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യമാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം വിശദീകരിച്ചല്ലോ. ടാറ്റയുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രപ്പോസൽ കേരളത്തിലുണ്ട്. അത് LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് MOU ആയിരുന്നെങ്കിൽ ഇപ്പോൾ നമ്മളെ സമയത്ത് അവർ ഔദ്യോഗികമായിട്ട് വന്ന് കണ്ട് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. പക്ഷേ അത് മലബാർ സിമെൻറ്റും ഒക്കെ ആയിട്ടുള്ള ഒരു കരാറായതുകൊണ്ട് ഇനി എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്ന് ഞങ്ങളൊന്ന് പരിശോധിക്കട്ടെ. ഞാൻ കണ്ടിട്ടില്ല ഫയൽ. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, വലിയ വിവാദമായിരിക്കുകയാണ് ടാറ്റയുടെ പദ്ധതി. ആ സമയത്താണ് ഇതുമായി സർക്കാർ എത്ര ദൂരം മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കാൻ ഫോട്ടോ സഹിതമുള്ള കുഞ്ഞാലിക്കുട്ടിയുടെ വിശദീകരണം. എന്താണ് അദ്ദേഹം പറയുന്നത്? ശ്രീജ, മുസ്ലിം ലീഗിന്റെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഈ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പി കെ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രി ഇക്കാര്യം വിശദീകരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഒരു ഫോട്ടോ പുറത്തുവിട്ടാണ് അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത്. അതായത് കഴിഞ്ഞ നിയമസഭാ സമ്മേളന സമയത്ത് ടാറ്റ ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ മുഖ്യമന്ത്രി VD സതീശനെയും പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ച നടത്തുന്നത് ആണ് ആ ചിത്രം പുറത്തുവിട്ടുകൊണ്ടാണ് അത്തരമൊരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ഇല്ലാത്ത കാര്യങ്ങൾ പറയുകയാണ് എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണത്തെ അദ്ദേഹത്തിന് ഫോട്ടോ ചിത്രം കാണിച്ച് അതിനെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 10,000 കോടിയുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള കാര്യം അദ്ദേഹവും വ്യവസായ മന്ത്രിയും അക്കാര്യം പറയുന്നില്ല. മറിച്ച് കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് ഒരു MOU ഒപ്പുവെച്ചിരുന്നു. 300 കോടി രൂപയുടേതാണ് ടാറ്റ ഗ്രൂപ്പുമായി ഇത്തരത്തിൽ ഈ പദ്ധതിക്ക് വേണ്ടി കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത്. അത് MOU മാത്രമായിരുന്നു. അതിന്റെ തുടർ ചർച്ചകൾക്കായാണ് ഇവരെത്തിയിട്ടുള്ളത്. അത് പക്ഷേ 300 കോടിയുടേതാണ്. 10,000 കോടി എന്നുള്ളത് മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അത് മറ്റ് ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റിന്റെ കാര്യമാണ്, മറ്റ് പദ്ധതികൾ കൂടി ഉൾപ്പെടെയുള്ളതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അതിനോട് മറുപടി പറയുന്നത്. അദ്ദേഹം അത്തരമൊരു ചർച്ച നടത്തുമെന്ന് പറയുമ്പോഴും 10,000 കോടിയുടെ വലിയ നിക്ഷേപം എന്നുള്ള ആ പദ്ധതിയെ അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ആ കാര്യം മുഖ്യമന്ത്രിയുടെ ചുമലിലേക്ക് അദ്ദേഹം വെച്ചു കൊടുക്കുകയാണ്. മറിച്ച് 300 കോടിയുടെ പദ്ധതി അത് കഴിഞ്ഞ ഇടത് സർക്കാരിന്റെ കാലത്ത് MOU ഒപ്പുവെച്ച, തുടക്കം കുറിച്ച, അല്ലെങ്കിൽ അത്തരം പ്രാഥമിക ചർച്ചകൾ നടത്തിയ പദ്ധതി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു സന്നദ്ധത ടാറ്റ ഗ്രൂപ്പ് എടുക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ വ്യവസായ മന്ത്രി വിശദീകരിക്കുന്നത്.